മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളാണ് ഉത്തർപ്രദേശിലെ ബന്തയിൽ നിന്നും പുറത്തുവരുന്നത്. അയൽപക്കത്തെയും പരിചയക്കാരുടെയും മക്കളായ 33 ആൺകുട്ടികളെ 10 വർഷത്തോളം ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. ആ ദൃശ്യങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് വിറ്റഴിച്ച ദമ്പതികൾക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ജലസേചന വകുപ്പിലെ മുൻ ജൂനിയർ എഞ്ചിനീയറായ റാം ഭവൻ, ഭാര്യ ദുർഗാവതി എന്നിവർക്കെതിരെയാണ് ബന്തയിലെ പ്രത്യേക പോക്സോ കോടതി ഈ ചരിത്രപരമായ വിധി പ്രസ്താവിച്ചത്. അപൂർവങ്ങളിൽ അപൂർവം എന്ന് കോടതി വിശേഷിപ്പിച്ച ഈ കേസ് കേവലം ഒരു പീഡന കേസ് എന്നതിലുപരി അന്താരാഷ്ട്ര തലത്തിൽ വേരുകളുള്ള ഒരു വലിയ സൈബർ കുറ്റകൃത്യം കൂടിയാണ്. 2010 മുതൽ 2020 വരെയുള്ള ദീർഘകാലമായ കാലയളവിലാണ് ഈ ദമ്പതികൾ തങ്ങളുടെ പൈശാചിക വിനോദം തുടർന്നത്. 5 വയസ്സ് മുതൽ 16 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളായിരുന്നു ഇവരുടെ ഇരകൾ. സാധാരണയായി കുട്ടികൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ നൽകിയാണ് ഇവർ അവരെ വീട്ടിലേക്ക് ആകർഷിക്കുന്നത്. മിഠായികൾ, വില കൂടിയ കളിപ്പാട്ടങ്ങൾ, പണം എന്നിവ നൽകി കുട്ടികളുടെ വിശ്വാസം നേടിയെടുത്തു. കുട്ടികൾക്ക് വീഡിയോ ഗെയിമുകൾ കളിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയാണ് അവരെ തങ്ങളുടെ മുറികൾക്കുള്ളിലേക്ക് എത്തിച്ചിരുന്നത്. അയൽവാസികളും പരിചയക്കാരും ആയതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ഇവരെ സംശയവും ഉണ്ടായിരുന്നില്ല. സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്നുവെന്ന് അഭിനയിച്ചാണ് ഇവർ ഈ ക്രൂരതകൾ കാട്ടിയത്. ഈ കേസിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പ്രതികൾ നടത്തിയ സൈബർ കുറ്റകൃത്യമാണ്. കുട്ടികളെ പീഡിപ്പിക്കുക മാത്രമല്ല, ആ ദൃശ്യങ്ങൾ ഹൈ ഡെഫിനിഷനിൽ ക്യാമറകളിലും മൊബൈലുകളിലും പകർത്തി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ ദൃശ്യങ്ങൾ ഡാർക്ക് വെബ് വഴി വിദേശ രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾക്ക് വൻ തുകയ്ക്ക് ഇവർ വിൽക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള ബാലപീഡകർക്ക് ഇത്തരം ദൃശ്യങ്ങൾ എത്തിച്ചു നൽകുന്ന ഒരു വലിയ റാക്കറ്റിലെ കണ്ണികളായിരുന്നു ഈ ദമ്പതികൾ. ഈ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഇന്റർപോൾ നൽകിയ രഹസ്യ വിവരമാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത്. ഇന്ത്യയിൽ ഇത്തരം ഒരു വലിയ ശൃംഖല പ്രവർത്തിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ച ഉടൻ തന്നെ CBI രംഗത്തെത്തുകയും ഉണ്ടായിരുന്നു. 2020 ഒക്ടോബറിലാണ് CBI സംഘം ദമ്പതികളുടെ വീട്ടിൽ മിന്നൽ പരിശോധന നടത്തിയത്. അവിടെ നിന്ന് ലഭിച്ച തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. 12ഓളം മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ, പെൻഡ്രൈവുകൾ എന്നിവ പിടിച്ചെടുത്തു. ഇവയിൽ 100 കണക്കിന് അശ്ലീല ദൃശ്യങ്ങളാണ് ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയത്. പാവപ്പെട്ട കുട്ടികളെ പീഡിപ്പിച്ച് സമ്പാദിച്ച 8 ലക്ഷത്തോളം രൂപ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയുമുണ്ടായി. പിടിച്ചെടുത്ത ഉപകരണങ്ങളിലെ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പീഡനത്തിനിരയായ കുട്ടികളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. പീഡനത്തിനിരയായ കുട്ടികളുടെ അവസ്ഥ അതീവ ദയനീയവുമായിരുന്നു. പല കുട്ടികൾക്കും സ്വകാര്യ ഭാഗങ്ങളിൽ മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു. പീഡന ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ കുട്ടികളെ മൃഗീയമായി ഉപദ്രവിച്ചിരുന്നതായും കണ്ടെത്തി. ചില കുട്ടികളുടെ കണ്ണിന് ഗുരുതരമായ പരിക്കുകളും ഏറ്റിരുന്നു. എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ പരിശോധിച്ചത്. പലരും മാസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടിയും വന്നു. ശാരീരികമായ മുറിവുകളേക്കാൾ ആഴത്തിലുള്ളതായിരുന്നു ആ കുരുന്നുകളുടെ മാനസിക തകർച്ച. ഇന്നും പലരും കടുത്ത ട്രോമയിലൂടെയാണ് കടന്നുപോകുന്നത്. കേസിന്റെ ഗൗരവം പരിഗണിച്ച് കുറ്റകരമായ ഗൂഢാലോചന, ലൈംഗിക അതിക്രമം, കുട്ടികളെ അശ്ലീല ദൃശ്യങ്ങൾക്കായി ഉപയോഗിക്കൽ, പ്രകൃതി വിരുദ്ധ പീഡനം തുടങ്ങി നിരവധി വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സാധാരണ പോക്സോ കേസുകളിൽ വധശിക്ഷ അപൂർവമാണെങ്കിലും ഈ കേസിന്റെ ഭീകരത കണക്കിലെടുത്ത് കോടതി പരമാവധി ശിക്ഷ തന്നെ നൽകാൻ തീരുമാനിച്ചു. റാം ഭവൻ, ദുർഗാവതി എന്നിവരെ തൂക്കിലേറ്റാൻ കോടതി ഉത്തരവിടുകയുമുണ്ടായി. പീഡനത്തിനിരയായ 33 കുട്ടികൾക്കും 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരവും നൽകണം. ഈ നഷ്ടപരിഹാര തുക കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും തുല്യമായി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നമ്മുടെ ചുറ്റുമുള്ളവർ പോലും ഇത്ര ക്രൂരന്മാരാകാമെന്നതിന്റെ തെളിവാണ് ഈ സംഭവം. കുട്ടികൾക്ക് നൽകുന്ന അമിതമായ സ്വാതന്ത്ര്യവും മറ്റുള്ളവരോടുള്ള അമിത വിശ്വാസവും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാം. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ചും ഡാർക്ക് വെബ് പോലുള്ള ഇടങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും രക്ഷിതാക്കൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. കുരുന്നുകളുടെ കണ്ണീരിന് നീതി ലഭിച്ച ഈ വിധി സമൂഹത്തിലെ സമാന ചിന്താഗതിയുള്ള ക്രിമിനലുകൾക്ക് വലിയൊരു താക്കീതാണ്. 10 വർഷത്തെ ക്രൂരതയ്ക്ക് അറുതി വരുത്തിയ CBIയുടെ അന്വേഷണ മികവും കോടതിയുടെ കർക്കശമായ നിലപാടും ഏറെ പ്രശംസനീയമാണ്. ഇത്തരം ശിക്ഷകൾ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്.